ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. നിങ്ങളെല്ലാവരും എൻ്റെ വ്ളോഗ് കാണുന്നുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. അപ്പോൾ ഇനി അത് കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, സോ അതേപോലെ എനിക്ക് ഏറ്റവും ഒരു താങ്ക്സ് പറയാനുള്ള ഒരു ആൻറ്റി ഉണ്ട്, മോളമ്മ എന്ന് പറഞ്ഞ ആൻറ്റി. ഞാൻ ആക്ച്വലി ഒരു ആയുർവേദിക് ഹോസ്പിറ്റലിൽ പോയപ്പോൾ കണ്ടൊരു ആൻറ്റിയാണ് കേട്ടോ ആൻറ്റി. അപ്പോൾ ചുമ്മാ ഞാൻ എൻ്റെ വീഡിയോയുടെ ലിങ്ക് ആൾക്ക് അയച്ചു കൊടുത്ത് ആളത് കണ്ടു, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നൊക്കെ എന്നോട് പറഞ്ഞു. അതുപോലെ എനിക്ക് ഒരുപാട് എന്താ പറയുക ടിപ്സ് ആണ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഓക്കെ പറയുന്ന ഇച്ചിരി കൂടുതലാണെന്നൊക്കെ പറഞ്ഞു. ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഒരിക്കലും വിചാരിച്ചു ഇത്രയും സപ്പോർട്ട്സ് എനിക്ക് കിട്ടുമെന്നുള്ളത്. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. ഇങ്ങോട്ട് എനിക്ക് മെസ്സേജ് അയച്ച് എനിക്കിങ്ങനെ പറഞ്ഞു തന്നു, നമ്മൾ ഇടുക്കിയിലല്ലേ, അപ്പം സോ കുറേ ഏലമൊക്കെ കാണിക്കണം അങ്ങനെയാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുറേ ആൾക്കാരുണ്ട് ആക്ച്വലി നമ്മളെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞത്. ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ആൻറ്റിക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഞാൻ പറഞ്ഞു. അപ്പം എനിക്കിതൊന്ന് പുറത്താണ് ആക്ച്വലി ഇന്ന് ത്രെഡ് ചെയ്യണം. എനിക്കിന്നലെ ത്രെഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. സോ എനിക്കൊന്ന് ത്രെഡ് ചെയ്യണം. അതുപോലെ തന്നെ എനിക്ക് ബാങ്ക് വരെ ഒന്ന് പോകണം. അപ്പം ഉച്ചയായ സമയം. അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്നൊന്ന് ഫുഡ് ഉണ്ടാക്കാം. വേറൊന്നുമല്ല, ഒരു മഷ്റൂം ചീസ് ബ്രെഡ് സാൻഡ്വിച്ച് ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മഷ്റൂമൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ളൊരു ഫുഡ് ഐറ്റമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പാൻ ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് ഒരു കുഞ്ഞു പീസ് ബട്ടർ ഇട്ടു. ഞാൻ ആക്ച്വലി ഇന്ന് മിൽക്ക് ഡയറ്റാണ് കേട്ടോ പ്ലാൻ ചെയ്തത്, പക്ഷേ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ രാവിലെ ഞാൻ വേറെ ഫുഡ് കഴിച്ചു. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ മിൽക്ക് ഡയറ്റിന് വേണ്ടി വാങ്ങിച്ച മറ്റേ വീറ്റ് ബ്രെഡ് എൻ്റെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമുക്കിന്നൊരു ചീസ് മഷ്റൂം സാൻഡ്വിച്ച് പ്രിപ്പയർ ചെയ്യണം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ ഇത്. അത്യാവശ്യം മഷ്റൂംസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്ക് ഇഷ്ടപ്പെടുന്നതാണ്. ഞാൻ അങ്ങനെ മഷ്റൂമിന് അധികം ഫ്ലേവർ ചേർക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഏകദേശം ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന സവോളയും മഷ്റൂം ഞാൻ കുഞ്ഞായിട്ട് സ്ലൈസ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ബട്ടർ കിടന്നൊന്ന് സോട്ട് ആവട്ടെ. ഞാൻ ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്യണം കേട്ടോ. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഇത് മാത്രം ആഡ് ചെയ്യുന്നത്. പിന്നെ സ്വല്പം ഇതൊന്ന് ജസ്റ്റ് ഇതിനകത്തേക്ക് ആ പച്ചമണം ഒന്ന് മാറുന്നോണം വരെ ഞാൻ പെട്ടെന്നൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് വെച്ചോളെ. ജസ്റ്റ് അതൊന്ന് സോട്ടായി അതിൻ്റെ ആ ഒരു സ്മെല്ലൊന്ന് മാറി വരുമ്പോഴത്തേക്കിനും നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്യാം. ഞാൻ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടുവാണ് കേട്ടോ. ഇത് ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ഞാൻ ആഡ് ചെയ്യുകയാണ്. അത് ആ മഷ്റൂമിന് എന്തോരം ഉണ്ടോ അതനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം. സ്പൈസസിന് വേണ്ടി ഞാനിപ്പം കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ഉപ്പ് ഇതുവരെയായിട്ട് ഇട്ടിട്ടില്ല. കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. കാരണം മഷ്റൂമിൽ നമുക്കറിയാമല്ലോ കുറച്ച് വെള്ളമുണ്ട്, അതൊന്ന് വറ്റി വരുമ്പോഴത്തേക്കിനും സംഭവം സെറ്റായി വരും കേട്ടോ. ഞാൻ കുറച്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്യട്ടെ. ഞാനിവിടെ യൂസ് ചെയ്യുന്ന പിങ്ക് സോൾട്ട് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ സോൾട്ട് ടു ടേസ്റ്റും കൂടി ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണ്ടവർക്ക് ആ ഒരു കളർ മാറണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നുണ്ട്. എനിക്ക് ഇങ്ങനത്തെ ഒരു ബ്ലെൻഡ് കളേഴ്സിനോട് താല്പര്യമില്ല. കുറച്ചും കൂടെ ഓൾറെഡി നമ്മൾ ഇതിന് സ്പൈസിന് വേണ്ടിയിട്ട് നമ്മൾ പെപ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും നമുക്ക് കുറച്ച് ലേശം മാത്രം ഒന്ന് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് അതിൻ്റെ വെള്ളം വറ്റിച്ചിട്ട് ഒന്നെടുക്കാം. ഓക്കെ, ഞാനത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കും. നമുക്കറിയാമല്ലോ മഷ്റൂമിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ വെള്ളം ഒന്ന് വറ്റി വന്നാൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അതിന് കിട്ടുള്ളൂ കേട്ടോ. ഞാൻ അധികം മഷ്റൂംസിലേക്ക് മസാലാസ് ആഡ് ചെയ്യാറില്ല. എനിക്കിഷ്ടം എനിക്ക് മഷ്റൂമിൻ്റെ ആ ടേസ്റ്റ് തന്നെ സാൻഡ്വിച്ചിൻ്റെ കൂടെ വരുമ്പോഴാണ് എനിക്കിഷ്ടം. അതിൽ കുറച്ച് ചീസും കൂടെ ആഡ് ചെയ്യുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് അതിലേക്ക് ടൊമാറ്റോ സോസോ മയോണൈസോ ഒന്നും ആവശ്യമില്ല. ഇത് തന്നെ മതി നമുക്ക് ആക്ച്വലി. അപ്പം സംഭവം ഇതുപോലെ ഇങ്ങനെ സോട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്ര ഒന്ന് സോട്ടായിട്ട് ഇരുന്നാൽ മതി. ഒരുപാടങ്ങ് മുരിഞ്ഞു പോകേണ്ട കാര്യമില്ല. കാരണം നമ്മൾ സാൻഡ്വിച്ച് പോലെ വെക്കുമ്പോൾ ഒരുപാടങ്ങ് ഡ്രൈ ആയിട്ടിരുന്നാലും അത്ര ടേസ്റ്റ് വരത്തില്ല കേട്ടോ.
പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്ന ഒറിഗാനോ ആണ്. നമുക്ക് ഒറിഗാനോയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇച്ചിരി കൂടിപ്പോയി, ഇത്രയും വേണ്ടായിരുന്നു. അത് ഓപ്പോസിറ്റ് സൈഡ് വെച്ച് തുറന്നപ്പോഴാണ് ഇച്ചിരി കൂടിപ്പോയത്. ഓക്കെ, അപ്പം സംഭവം സെറ്റ് ആയിട്ടുണ്ട്. സെറ്റ് സാധനം ഇത്ര ഒന്നും ആയാൽ മതിയേ. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ വീറ്റ് ബ്രെഡ് ഓൾറെഡി മഷ്റൂം ചെയ്ത പാനിൽ വെച്ച് തന്നെ ഞാൻ ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ബട്ടറിൻ്റെ എസൻസൊക്കെ ബ്രെഡിലാവുകയും ചെയ്യും. ബ്രെഡ് ഒരുപാട് മുരിച്ച് കളയേണ്ട, അത്യാവശ്യം നന്നായിട്ടൊന്ന് ടോസ്റ്റ് ആവുന്ന ലെവൽ വരെ സംഭവം സെറ്റായിട്ട് വരും. അപ്പോൾ ഞാൻ അതിലേക്ക് ഓൾറെഡി പാൻ ചൂടായിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് മുരിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചിട്ടിട്ട് അതിലേക്ക് ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ ചീസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഓൾറെഡി പാന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഞാൻ ചീസ് ആഡ് ചെയ്തതിന് ശേഷം ഞാൻ പാൻ ഒന്ന് ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എടുക്കുന്നു, മിക്സ് ചെയ്യുന്നു, കഴിക്കുന്നു. അത്യാവശ്യം എൻ്റെ ബ്രെഡ് നന്നായിട്ട് ടോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അകത്ത് ഫില്ലിങ്സും കൂടെ വെച്ചിട്ട് നമുക്കൊരു ബൈറ്റ് എടുത്ത് നോക്കാം കേട്ടോ. എനിക്ക് അടിപൊളിയാണെന്നറിയാം, കാരണം കുക്ക് ചെയ്യുന്ന ഞാനാണല്ലോ, അതുകൊണ്ടല്ല. എനിക്ക് അത്യാവശ്യം ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫ്ലേവറാണ് ഇതിനകത്തെല്ലാം വന്നിരിക്കുന്നത്. ഒറിഗാനോയുടെയും ചീസിൻ്റെയും മഷ്റൂമൊക്കെ വരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എന്താണെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കൊരു ബൈറ്റ് എടുത്ത് നോക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഹെൽത്തുള്ള കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ചപ്പാത്തി അത് വെച്ച് റോൾ ചെയ്ത് കഴിക്കാം, അല്ലെങ്കിൽ അങ്ങനെ എന്തിനാണ് റോൾ ചെയ്ത് കഴിക്കാം. എനിക്കിത് വീറ്റ് ബ്രെഡിനോട് കഴിക്കാനാണ് ഇഷ്ടം. സാധാ വൈറ്റ് ബ്രെഡിനേക്കാളും എനിക്ക് ഇങ്ങനത്തെ ഉള്ള സാധനമൊക്കെ ഉണ്ടാക്കുമ്പോൾ, സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ഇഷ്ടം വീറ്റ് ബ്രെഡാണ്. മസ്റ്റ് ട്രൈ ആണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ വീട്ടിലുള്ള പ്ലാന്റ് ആണ്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ജേഡാണ് കേട്ടോ. ഇത് വിദേശ രാജ്യങ്ങളിലൊക്കെ അവരിങ്ങനെ വീട്ടിൽ വെക്കുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് അത്യാവശ്യം ലക്കി പ്ലാന്റ് എന്നൊക്കെയാണ് ഇതിൻ്റെ പേരെന്ന് പറയുന്നത്. ഇതിൽ എൻ്റെ ഓരോ ലീവ്സ് നോക്കിയാൽ തന്നെ അറിയാം, നല്ല ഇങ്ങനെ ഭയങ്കര കട്ടിയാണ്. അതിനകത്ത് നിറച്ച് ഇങ്ങനെ വെള്ളം തങ്ങി നിൽക്കുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ഈ ഒരു തണ്ടൊക്കെ എടുത്ത് ഇങ്ങനെ മുറിച്ച് നമ്മളൊരു ചട്ടിക്കകത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെയും വേര് പിടിച്ച് വരും കേട്ടോ. വേര് പിടിക്കാൻ ഇച്ചിരി പാടുള്ളൊരു ടൈപ്പാണ്. പക്ഷേ വൺസ് ഇത് കുറേ നാളെടുക്കും വേര് പിടിക്കാനെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ടൈം എടുക്കും അത് വേര് പിടിച്ചാൽ. അപ്പോൾ ഇത് അമ്മ പറിച്ച് മാറ്റി വെച്ചേക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതും ഇങ്ങനെ സെറ്റായിട്ട് വരുന്നുണ്ട്. അത്യാവശ്യം ഇതും കുറേ നാളെടുത്തതാണ് വേര് പിടിച്ച് ഇപ്പോൾ വളർന്നു വരുന്നുണ്ട്. അടിപൊളി പ്ലാന്റ്, ഇത് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ ഈ പ്ലാന്റ് കാണാൻ. അപ്പോൾ ഞാനിപ്പോൾ പേർപ്പിൾ പൈൻ വരെ ഒന്ന് വന്നേക്കുവാണ്. ഇത് കട്ടപ്പനയിലുള്ളൊരു ബ്യൂട്ടി സാലൂണാണ് കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ ത്രെഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെയാണ് കേട്ടോ ത്രെഡ് ചെയ്യാൻ വരുന്നത്. എനിക്ക് വേറെ എവിടെ ചെയ്താലും എനിക്ക് എൻ്റെ പിരികം ചെയ്താൽ ശരിയാവാറില്ല. അവരിങ്ങനെ വളച്ചെടുത്ത് വിടും. എനിക്കിഷ്ടമില്ല ഇങ്ങനെ വളച്ച് കട്ടി കുറച്ചെടുക്കുന്നത്. അപ്പോൾ ഇവരോട് ഞാൻ എക്സ്ട്രാസ് എടുക്കാൻ പറയുമ്പോൾ ഇവർ കറക്റ്റ് എക്സ്ട്രാസ് എടുത്ത് വിടുള്ളൂ. അപ്പോൾ പിരികത്തിന് നല്ല കട്ടിയും തോന്നും, നമ്മുടെ ആ പിരികത്തിൻ്റെ ഷേപ്പ് ഒരു മാറ്റി കളയത്തില്ല കേട്ടോ. അപ്പോൾ ആ നിൽക്കുന്ന ചേച്ചിയാണ് കേട്ടോ എനിക്കിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പിരികം എടുത്ത് തരുന്നത്. ആളോട് കറക്റ്റ് പറഞ്ഞു കൊടുത്തു കഴിയുമ്പോഴത്തേക്കിനും സംഭവം സെറ്റായിട്ട് എനിക്കിപ്പോൾ വരാറായിട്ടുണ്ട്. മമ്മി ഇപ്പോൾ ഇവിടെയാണ് എടുക്കുന്നത്. അപ്പം ഞാനും മമ്മിയും കൂടെയാണ് കേട്ടോ ഇന്നലെ പിരിവ് എടുക്കാൻ വേണ്ടി പോയത്. ഇന്നലെ കുറേ നാൾ കൂടിയിട്ട് പിരിവ് എടുത്തുകൊണ്ടേ ഭയങ്കര വേദനയായിരുന്നു. അത്യാവശ്യം നല്ല കട്ടിയുണ്ട് എൻ്റെ പിരിവത്തിന്. അപ്പോൾ അത് എടുത്ത് വരുമ്പോഴത്തേക്കിനും ഭയങ്കര വേദനയാണ്. ഞാൻ അങ്ങനെ ഫ്രീക്വൻ്റ്ലി എടുക്കാറില്ല. ഒരു 3 months ഗ്യാപ്പ് ഞാൻ കൊടുക്കും. അതൊന്ന് കംപ്ലീറ്റ്ലി വളർന്നു കഴിഞ്ഞിട്ടേ പിന്നെ അടുത്ത് എടുക്കുകയുള്ളൂ. ജസ്റ്റ് ഒന്ന് വളർന്നു എന്ന് പറഞ്ഞ് ഞാനങ്ങനെ പിരികം എടുക്കാൻ പോകാറില്ല കേട്ടോ. അപ്പോൾ ഭയങ്കര വേദനയായിരുന്നു കേട്ടോ സംഭവം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും. കാരണം ഈ കുറേ നാൾ കൂടിയിട്ടൊക്കെ എടുക്കുമ്പോഴേ നമ്മൾ പിരികം നല്ല കട്ടി വെച്ച് വരുമല്ലോ. വന്നപ്പോഴത്തേക്കിനും ഭയങ്കര വേദന ഉണ്ടായിരുന്നു. പക്ഷെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും സംഭവം സെറ്റായിരുന്നു. കണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടി പറ്റും. അത്യാവശ്യം നല്ല എക്സ്ട്രാസ് മാത്രം എടുത്തിട്ട് കട്ടി തന്നെ പിരികം നിർത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഹൈഫ്രഷ് വരെ വന്നതാണ് കേട്ടോ ഒരു കോഫി കുടിക്കാനായിട്ട്. അപ്പോൾ എനിക്കൊരു ഉഴുന്നോട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു ഉഴുന്നോട് കഴിക്കാൻ വേണ്ടി തോന്നി. എനിക്കെൻ്റെ പിരിവെടുത്ത് ഭയങ്കരമായിട്ട് എനിക്കിഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല കട്ടി തന്നെ ഇരിക്കുന്നുണ്ട്. ഓക്കെ ഗായ്സ്, അപ്പം നമ്മൾ തിരിച്ച് വന്നിരിക്കുകയാണ്. കട്ടപ്പനയിലൊക്കെ പോയി എനിക്കിവർ ത്രെഡ് ചെയ്ത് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ത്രെഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ കുറേ ഫ്രീക്വൻ്റ് ആയിട്ട് എനിക്കൊന്ന് കുറേ നാളുകളായിട്ട് ഞാൻ അവിടെ തന്നെയാണ് പോകുന്നത് കേട്ടോ. പേർപ്പിൾ പൈനിൽ അടിപൊളിയായിട്ട് അവർ എടുത്തു തരും. പിന്നെ ഓൾറെഡി എൻ്റെ പിരിവത്തിന് കട്ടിയുള്ളത് കൊണ്ട് ഞാൻ പറയും അവരോട് എക്സ്ട്രാസ് മാത്രം എടുത്താൽ മതിയെന്ന്.
സോ ഞാൻ അങ്ങനെ ഐബ്രോസ് ഫില്ലൊന്നും ചെയ്ത് കൊടുക്കാറില്ല, എനിക്ക് അതിൻ്റെ ആവശ്യം വരാറില്ലാത്തതുകൊണ്ട്. അപ്പം അതുപോലെ അടിപൊളിയായിട്ട് കേട്ടോ അവരെനിക്ക് ചെയ്ത് തന്നേക്കുന്നത്. അപ്പം നിങ്ങളാരെങ്കിലും കട്ടപ്പനയിൽ താമസിക്കുന്നവരുണ്ടെങ്കിൽ പേർപ്പിൾ പൈനിൽ അടിപൊളിയായിട്ട് അവർ ചെയ്തു തരും. എല്ലാവരും പെർട്ടിക്കുലർലി എനിക്ക് ചെയ്തു തരുന്ന ഒരാളുണ്ട്. അപ്പോൾ ആളെനിക്ക് എക്സ്ട്രാസ് മാത്രം എടുത്ത് തന്നിട്ട് സംഭവം സെറ്റാക്കി തരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും കാണുക, ഇഷ്ടപ്പെടുന്നവരൊക്കെ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ബൈ.